ഹലാൽ നിരോധനത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. നിരോധനം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നായിരുന്നു ഹർജിയിലെ ആരോപണം. ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹർജിയിലാണ് ഈ നോട്ടീസ്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആർ.കെ., എന്താണ് വിവരങ്ങൾ? ഉത്തർപ്രദേശില് സർക്കാർ ഈ ഹലാൽ എന്ന എഴുതി വെക്കുന്നത്, ആഹാരങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് എഴുതി വെക്കുന്നതും ഒപ്പം ഹോട്ടലുകളിൽ രേഖപ്പെടുത്തുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. നിലവിലുള്ള നിയമത്തിന്റെ താല്പര്യത്തിന് എതിരാണ് ഈ ഹലാൽ പ്രയോഗം എന്നുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അത് എഴുതി വെക്കുന്നതും ഒപ്പം ആഹാര പദാർത്ഥങ്ങളിൽ പ്രിന്റ് ചെയ്ത് പ്രദർശിപ്പിക്കുന്നതും അടക്കമുള്ളവ നിരോധിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനം അത് നിലവിലുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും ഈ ഹർജിക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാട്ടുന്നത്, വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള രീതിയിൽ ആഹാരം വിപണനം ചെയ്തുകൊണ്ടിരുന്നു. ഭക്ഷിക്കാനായിട്ടുള്ള അവകാശം, അത് സംശുദ്ധമാണ് ഭക്ഷണം എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗമാണ് ഹലാൽ എന്നുള്ളത്. അതിനെ മറ്റു താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവിന് നിയമസാധുത ഇല്ല എന്നുള്ളതാണ് ഹർജിക്കാർ വാദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.